നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെക്കുറിച്ച് ഒരു വൈബ് ലഭിക്കാറില്ലേ? ചിലരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തോന്നും. എന്നാൽ മറ്റു ചിലരുടെ സാന്നിധ്യം നമ്മളെ അസ്വസ്ഥരാക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം ശരീരത്തിന് ചുറ്റും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ഊർജ്ജഫലമുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? അല്ലെങ്കിൽ അതെന്താണെന്നറിയാമോ? അതാണ് ഓറ എന്ന് വിളിക്കുന്നത്. ഇത് വെറുമൊരു സാങ്കല്പികമോ അതോ അതിന് പിന്നിൽ ശാസ്ത്രീയമായ വശങ്ങളോ ഉണ്ടോ ഇതിനെപ്പറ്റി? ഇത് വെറുമൊരു സാങ്കല്പികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ അനുസരിച്ച് ഓറയുടെ നിറവും മാറുമോ? അതെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓറയെക്കുറിച്ചുള്ള രസകരമായ വസ്തുക്കളെക്കുറിച്ചാണ്. അതിൻ്റെ ശാസ്ത്രീയം, 7 വ്യത്യസ്ത പാളികൾ, നിറങ്ങളുടെ അർത്ഥങ്ങൾ, കൂടാതെ നമ്മുടെ ഊർജ്ജവലചനമായ എങ്ങനെ പോസിറ്റീവായി നിലനിർത്താൻ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടെ ഇതിനോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, പോസിറ്റീവ് ആകാൻ ഞാൻ തയ്യാറ് എന്നും കൂടി കമൻറ്റ് ചെയ്ത് എനിക്കൊപ്പം കൂടേണ്ടതാണ്. നമുക്ക് ഓറ എന്നതിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ? എന്താണ് ഓറ? ലളിതമായി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ചുറ്റുമുള്ള ഒരു ഊർജ്ജ വലയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. അതെ, എല്ലാ ജീവജാലങ്ങൾക്കും ചുറ്റുമുള്ള ഒരു ഊർജ്ജ വലയത്തെയാണ് ഓറ എന്ന് വിളിക്കുന്നത്. ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പ്രയാസമാണെങ്കിലും ഒരാളുടെ ശരീരവും മാനസികവുമായി ആത്മീയമായ അവസ്ഥയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് ഓറയുടെ പ്രധാന വശങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി തന്നെ പറയട്ടെ. 1, നമ്മുടെ വൈബ് അല്ലെങ്കിൽ നമ്മുടെ ഊർജം. അതെ, നമ്മൾ ഒരാളെ കാണുമ്പോൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ എന്ന് പറയുന്നില്ലേ? യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്നത് അവരുടെ ഓറയാണ്. ഒരാളുടെ വ്യക്തിത്വം, ചിന്താഗതി ഈ ഊർജ്ജവലത്തിൽ നിന്ന് നിലയിക്കുന്നതാണ്. ആത്മീയ കാഴ്ചപ്പാട്, രണ്ടാമത് പറയുന്നത് ആത്മീയ കാഴ്ചപ്പാട്. അതെ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഓറ എന്നത് നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശമാണ്. നമ്മുടെ ഉള്ളിലെ 7 ഊർജ്ജ കേന്ദ്രങ്ങളുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ ഈ വലയം തെളിച്ചമുള്ളതാകുന്നു. എന്നാൽ സങ്കടത്തിലോ ദേഷ്യത്തിലോ ആയിരിക്കുമ്പോൾ അത് മുങ്ങുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആത്മീയ വശം എന്ന് പറയുന്നത്. 3, ശാസ്ത്രീയമായ വശം. ശാസ്ത്രീയമായി നോക്കിയാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പ്, നാഡിമുറിവുകളുടെ ഇടിപ്പുകൾ, പ്രവർത്തനങ്ങൾ വഴി എന്ന ചെറിയ വൈദ്യുതി മണ്ഡലം നമുക്ക് ചുറ്റുമുണ്ടാകുന്നു. ഇതിനെയാണ് ശാസ്ത്രീയം ഒരു പരിധിവരെ ഓറ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ നിറങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഓറയിൽ പല നിറങ്ങളുണ്ടാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചുവപ്പ് കഠിനാധ്വാനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നു. നീല ശാന്തത, നല്ല ആശയവിനിമയം. മഞ്ഞ ബുദ്ധിശക്തി, സന്തോഷം. പച്ച സ്നേഹം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനസ്സ്. വെള്ള വിശുദ്ധി, ആത്മീയ ഭവനം. ഇങ്ങനെ പല നിറങ്ങളിലൂടെ നമുക്ക് ഓറയെ വിശേഷിപ്പിക്കാൻ കഴിയും. നിറങ്ങളും അവയുടെ അർത്ഥങ്ങളുമാണ് ഈ ഓറയിലൂടെ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 7 ലെയേഴ്സ് ഓഫ് ഓറ. നമ്മുടെ ശാരീരികം ആരോഗ്യം നിലനിർത്താൻ എന്നതാണ് ഇതിൻ്റെ പ്രധാന ജോലി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, ഇവയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജം, ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നതുള്ളതാണ് ഈ ഒരു എനർജറ്റിക് ബോഡിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 7 ലെയേഴ്സ് ഓഫ് ഓറയിൽ രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ബോഡി. അതെ, അതാണ് രണ്ടാമത്തെ പാളി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വികാരങ്ങളെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്നീ പാളിയിലൂടെയാണോ എന്ന് നമ്മൾ കടന്നു പോകുന്നത് ഈ നിറവ്യത്യാസത്തിലൂടെ മനസ്സിലാക്കാം ഏത് സ്ഥിതിയിലാണ് അല്ലെങ്കിൽ ഏത് സ്ഥിരതയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇമോഷണൽ ബോഡി. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെ ഓവർ ആക്ട് ചെയ്യുന്നതും നമുക്ക് സന്തോഷം വരുമ്പോഴും നമ്മുടെ ബോഡി അത് റിയാക്ട് ചെയ്യുന്നതും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഓറ ഇമോഷണൽ ബോഡി ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ മെൻ്റൽ ബോഡി. അതെ, നമ്മുടെ ചിന്തകൾ, ആശയങ്ങൾ, ബുദ്ധിശക്തി
എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പഠിക്കുമ്പോഴോ ഈ പാളി നമ്മൾക്ക് കൂടുതൽ തെളിച്ചമുള്ളതാകുന്നു. നാലാമതായി പറയുന്നത് അസ്ട്രൽ ബോഡി. അതെ, നാലാമത്തെ പാളി. ഈ താഴെ 3 പാളികളിൽ മുകളിലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നാണ്. ഇത് 3 തമ്മിൽ എന്താണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹം, സഹാനുഭൂതി, ബന്ധങ്ങൾ എന്നിവ ഇവിടെയാണ് പ്രതിഫലിക്കുന്നത്. അതെ, ഇത് 3മായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് അസ്ട്രൽ ബോഡി എന്നതിനെ പറയുന്നത്. അഞ്ചാമത്തായിട്ട് ഇലക്ട്രിക് ടെംപ്ലേറ്റ് ബോഡി. അതെ, ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ്. ഭൗതിക ശരീരം എങ്ങനെ ഇരിക്കണം എന്നതിൻ്റെ ഒരു എനർജി പ്ലാൻ ഇവിടെ ഉണ്ടാകും. രോഗങ്ങൾ വരുന്നതും ഈ പാളിയിലെ തകരങ്ങൾക്ക് മൂലമാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ആറാമത്തതായിട്ട് പറയുന്നതെങ്കിൽ സെനറ്റിക്കൽ ബോഡി. ആത്മീയ ഉണർവ്, സ്നേഹം, ദാനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാളികളാണ് ഇത്. അഞ്ചാമത്തായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ടെംപ്ലേറ്റ്, അതായത് കാഷ്വൽ ബോഡി. ഇത് മറ്റെല്ലാ പാളികളിൽ നിന്നും സംരക്ഷിച്ചു നിലനിർത്തുന്ന ഒരു കവചം പോലെയാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം, ഉണർവ്, അറിവ് എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വളരെ വേഗത്തിൽ ചലിക്കുന്ന പ്രകാശമായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ ഓറ അതെങ്ങനെ നമുക്ക് ശുദ്ധീകരിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതെ, മെഡിറ്റേഷനിലൂടെ, ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഓറയെ ഊർജത്തിലേക്ക് എത്തിക്കാനായിട്ടും അത് വളർത്തുവാനായിട്ടും നമുക്ക് സാധിക്കുന്നതൊന്നാണ്. പ്രകൃതിയുമായി നമുക്ക് സമയം ചെലവഴിക്കുക, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വളർത്തുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഒരുപാട് അറിവുകൾ ശേഖരിക്കുക. ഒരു ചെറിയ കാര്യമായിക്കോട്ടെ, ഓരോ ദിവസം ഓരോ വരിയെങ്കിലും വെച്ച് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നമ്മളെ അത് ഓർമ്മിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കാൻ ശ്രമിച്ചത് ഓറയുടെ 7 ലെയേഴ്സ് ഓഫ് പാർട്ടിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതുപോലെ തന്നെ ഓറ എന്നത് വെറുമൊരു അത്ഭുത പ്രകാശ വലയമല്ല. ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായി ആരോഗ്യത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു എന്നനുസരിച്ചേക്കും നമ്മുടെ ഊർജ്ജവലയവും മാറിക്കൊണ്ടിരിക്കേണ്ടത്. ഒരു ദിവസം പോസിറ്റീവായിട്ട് എണീക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ അതേ ദിവസം തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തയിലൂടെ എണീക്കുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം മുഴുവൻ തന്നെ നമുക്ക് നെഗറ്റീവ് ഊർജ്ജം മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്കത് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് നിറയുമ്പോൾ നമ്മുടെ ഓരോ തെളിച്ചമുള്ളതാകുന്നു. ഇത് നമുക്ക് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും സന്തോഷം നൽകാൻ സഹായിക്കും. അതുകൊണ്ട് ദിവസം അല്പനേരം ഒരു മെഡിറ്റേഷനിലൂടെ പ്രകൃതിയുമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ ഈ പോസിറ്റീവ് എനർജി നിലനിർത്തുക എന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ ഓറയുടെ നിറം എന്താണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനിയും ഇതുപോലെ പുതിയ വീഡിയോകളുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.